കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും എലോൺ മസ്കും നിഖിൽ കമ്മത്തും തമ്മിലുള്ള പോഡ്കാസ്റ്റ് ആയിരിക്കും. ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പോഡ്കാസ്റ്റിനെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയ കീ പോയിന്റ്സ് എടുത്ത് 15 മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് AI വന്നാൽ എൻ്റെ ജോലി പോകുമോ എന്നുള്ളൊരു പേടിയല്ലേ. എന്നാൽ മസ്ക് ഇവിടെ പറയുന്നത് ജോലി പോകും, പക്ഷേ അതൊരു നല്ല കാര്യമായിട്ടാണ്. ഒന്നാലോചിച്ചു നോക്കൂ, മനുഷ്യനേക്കാൾ വേഗത്തിലും കൃത്യതയിലും വിശ്രമമില്ലാതെയും റോബോട്ടുകൾക്ക് പണിയെടുക്കാൻ കഴിയുമ്പോൾ മനുഷ്യൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഭാവിയിൽ ജോലി എന്നത് ഒരു ഓപ്ഷണൽ കാര്യമായിട്ട് മാത്രം മാറും. അദ്ദേഹം അതിനൊരു മനോഹരമായ ഉദാഹരണമാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് പച്ചക്കറി വേണമെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാറുണ്ടല്ലേ? അതല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യും. നമ്മൾ ആരും ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നവരല്ല, മറിച്ച് കൂടുതലും അതൊരു ഹോബി ആയിട്ടാണ് കൃഷി ചെയ്യുക അല്ലേ? ഇതുപോലെയാകും ഭാവിയിൽ ജോലികൾ. നിർബന്ധമുള്ളത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ജോലി ചെയ്യും. ഇവിടെയാണ് യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. വെറുതെ ജീവിക്കാനുള്ള പണമല്ല, മറിച്ച് എല്ലാവർക്കും ആർഭാടമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ്റുകൾക്ക് നൽകാൻ കഴിയണം. കാരണം ഉൽപ്പാദന ചെലവ് അഥവാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത്രത്തോളം ഇവിടെ താഴേക്ക് പോകും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം നിങ്ങൾക്കെല്ലാം തോന്നാം, ഇത്രയും പണം എവിടുന്ന് വരും? സാധനങ്ങൾക്ക് വില കൂടില്ലേ? ഇവിടെയാണ് മസ്കിന്റെ എക്കണോമിക് ഡിഫ്ലേഷൻ തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ എക്കണോമിക്സ് അനുസരിച്ച് ജനങ്ങളുടെ കയ്യിൽ പണം കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടണം. അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ AI വരുന്നതോടെ അത് തലകീഴായിട്ട് മാറി എന്നാണ് മസ്ക് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില എന്നത് പ്രധാനമായും അതിലെ ലേബർ കോസ്റ്റ് ആണ്, അതായത് മനുഷ്യന്റെ അധ്വാനം. ഒരു കാർ ഉണ്ടാക്കാൻ 100 കണക്കിന് മനുഷ്യർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും അല്ലേ? എന്നാൽ റോബോട്ടുകൾ പണിയെടുക്കാൻ തുടങ്ങുന്നതോടെ ഈ ലേബർ കോസ്റ്റ് 0-നോടടുത്തെത്തും. ഇതാണ് മസ്ക് ഇവിടെ പറയുന്നത്. പിന്നെ വേണ്ടത് അസംസ്കൃത വസ്തുക്കൾ മാത്രമാണ്. അതുകൊണ്ട് ഭാവിയിൽ സാധനങ്ങളുടെ വില കുത്തനെ കുറയും. മസ്കിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്, ദെൻ യു ക്യാൻ ഹാവ് ഇറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ക്ഷാമം അഥവാ സ്കേഴ്സിറ്റി ഇല്ലാത്തൊരു ലോകം, അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കണക്കുകൾ വെച്ച് നാളത്തെ സാമ്പത്തിക വ്യവസ്ഥയെ നമ്മൾ അളക്കാൻ ശ്രമിക്കരുത്. അതൊരു പുതിയ ലോകമായിരിക്കും. അതിനെ ആ രീതിയിൽ മാത്രം നമ്മൾ കാണണം. അടുത്തതായിട്ട് നിഖിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടുതലും സ്റ്റാർലിങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അഥവാ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് വരാൻ പോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് സ്റ്റാർലിങ്കിന് ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ 5Gയെ തോൽപ്പിക്കാൻ കഴിയില്ല? കാരണം ഇന്ന് 5G ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ജിയോ ആണ്. അപ്പം ജിയോയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആകാൻ സ്റ്റാർലിങ്കിന് സാധിക്കുമോ? മസ്ക് ഇതിവിടെ വിശദീകരിക്കുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് തിങ്കിങ് ഉപയോഗിച്ചാണ്. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 550 കിലോമീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഇന്റർനെറ്റ് നൽകുന്നത് ഒരു ടോർച്ച് അഥവാ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നത് പോലെയാണ്. 550 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു ടോർച്ച് അടിച്ചാൽ ആ വെളിച്ചം വീഴുന്ന വട്ടം വളരെ വലുതായിരിക്കും. ആ വട്ടത്തിനുള്ളിൽ നിൽക്കുന്ന എല്ലാവർക്കും കൂടി ആ ഒരൊറ്റ ടോർച്ചിന്റെ വെളിച്ചം പങ്കുവെക്കേണ്ടി വരും. ആ നഗരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ ഈ ബാൻഡ്വിഡ്ത്ത് ആർക്കും തികയാതെ വരും. അതുകൊണ്ടാണ് സിറ്റികളിൽ സ്റ്റാർലിങ്ക് പരാജയപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല. അവിടെ ആളുകൾ കുറവാണ്, വീടുകൾ അകലത്തിലാണ്. അപ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റ് ബീം അവിടെ വളരെ ഫലപ്രദമാണ്. മാത്രമല്ല ഗ്രാമങ്ങളിലേക്ക് കിലോമീറ്ററോളം ഫൈബർ ഒപ്റ്റിക് കേബിൾ വലിക്കുന്നത് വലിയ ചെലവേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാർലിങ്കിന്റെ വിജയം സുനിശ്ചിതമാണ്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഫിസിക്സിന്റെ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്ന് മസ്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇതുകൊണ്ടാണ്. ഓരോ സാങ്കേതിക വിദ്യയ്ക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികളും സാധ്യതകളും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇനി കുറച്ചുകൂടി ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് വരാം. നമുക്ക് പണം വേണ്ട, ജോലി ചെയ്യേണ്ട, എല്ലാം റോബോട്ടുകൾ ചെയ്തു തരും എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ പിന്നെ മനുഷ്യൻ എന്തിനു ജീവിക്കണം? ഇതാണ് മസ്കിനെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. നമ്മൾ സർവൈവൽ എക്കണോമിയിൽ നിന്ന് മീനിങ് ഫുൾ എക്കണോമിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇവിടെ അദ്ദേഹം ഹിച്ച് ഹൈക്കേഴ്സ് ഗൈഡ് ഓഫ് ദ ഗാലക്സി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കഥയിൽ അദ്ദേഹം പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉത്തരം തേടി ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം വെറും ഒരു സംഖ്യയാണ് 42. ഇതിനെ എങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്യാൻ നോക്കിയിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്നത്, ശരിക്കും കമ്പ്യൂട്ടർ നമുക്ക് തന്ന ഉത്തരത്തിലല്ല തെറ്റ്, നമ്മൾ ചോദിച്ച ചോദ്യത്തിലാണ്. സോ മസ്ക് ഇവിടെ വിശ്വസിക്കുന്നത് മനുഷ്യരാശിയുടെ ലക്ഷ്യം തന്നെ കോൺഷ്യസ്നസ് അഥവാ നമ്മുടെ ബോധമണ്ഡലത്തെ വികസിപ്പിക്കുക എന്നതാണ്. എന്നാൽ മാത്രമേ എന്തിനാണ് നമ്മൾ ഇവിടെ ഉള്ളത്, എന്താണ് ഈ പ്രപഞ്ചം തുടങ്ങിയ ശരിയായ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയത്തുള്ളൂ. അവസാനമായിട്ട് എലോൺ മസ്ക് പുതിയതായിട്ട് വരുന്ന ഓൺട്രപ്രനേഴ്സിന് കൊടുക്കുന്ന കുറച്ച് അഡ്വൈസുകളുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത് ടേക്ക് റിസ്ക് നൗ. നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും കുടുംബവും കുട്ടികളും ഒക്കെ ആകുമ്പോൾ റിസ്ക് എടുക്കാനുള്ള കഴിവ് വളരെയധികം കുറയും. അതുകൊണ്ട് നഷ്ടം വന്നാലും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഈ പ്രായത്തിൽ തന്നെ ധൈര്യപൂർവ്വം വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ പോകണം. രണ്ടാമത്തെ കാര്യം, മേക്ക് യൂസ്ഫുൾ പ്രോഡക്ട്സ്. നിങ്ങളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് സ്വയം നിങ്ങൾ ചോദിക്കണം. വെറുതെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങളൊരു ബിസിനസ് തുടങ്ങരുത്. മറ്റുള്ളവർക്ക് ഉപകാരമില്ലാത്ത ഒരു ബിസിനസ്സും നിലനിൽക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, സീക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക്. കൂട്ടുകാർ എപ്പോഴും നല്ലതേ പറയൂ,
എന്നാൽ നിങ്ങളുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നവരോട് നിങ്ങൾ അതിൻ്റെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ പറയണം. ആ ഫീഡ്ബാക്ക് ലൂപ്പാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി. നാലാമത്തെ കാര്യം, എ കമ്പനി ഈസ് പീപ്പിൾ. കമ്പനി എന്നതൊരു കെട്ടിടമോ പേപ്പറോ അല്ല, അതൊരു കൂട്ടം ആളുകളാണെന്നാണ് മസ്ക് പറയുന്നത്. ആ ടീം എത്രത്തോളം മികച്ചതാണോ അത്രത്തോളം മികച്ചതായിരിക്കും നിങ്ങളുടെ കമ്പനിയും. എലോൺ മസ്കിൻ്റെ ഇന്നത്തെ ഈ വാക്കുകളൊക്കെ ഒരുപക്ഷെ നമുക്ക് അവിശ്വസനീയമായി തോന്നാം. പക്ഷേ ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും വരുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചതും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. മാറ്റം അനിവാര്യമാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ജോലിയില്ലാത്ത എന്നാൽ അറിവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് നമ്മളൊക്കെ തയ്യാറാണോ? ഭരിക്കുന്ന ലോകത്ത് മനുഷ്യന് എന്തെങ്കിലും സ്ഥാനമുണ്ടാവും? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും മസ്ക് പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ കഴിയും. സോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി.